കഴിഞ്ഞ വർഷം സ്പെയിനിന്റെ 2024 യൂറോ കിരീട നേട്ടത്തില് ലമീന യമാല് നിർണായക പങ്കുവഹിക്കുമ്പോൾ 16 വർഷവും 338 ദിവസവുമായിരുന്നു പ്രായം. നേഷൻസ് ലീഗ് കൂടി നേടി യൂറോപ്യൻ ഡബിള് പൂർത്തിയാക്കാന് കാത്തിരിക്കുകയാണ് യമാല്. കളിയാരവം മുഴങ്ങിത്തുടങ്ങിയ ഫിഫ 2026 ലോകകപ്പില് ലയണല് മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും കിലിയന് എംബാപ്പയും ഉണ്ടാവുമെങ്കിലും കാൽപന്ത് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് സ്പെയിനിന്റെ കൗമാര താരം ലമീൻ യമാൽ. 2024 രാജ്യത്തിനായി യൂറോപ്യന് കിരീടം നേടിക്കൊടുത്ത് ലോകശ്രദ്ധയിലേക്ക് ഉയർന്ന യമാല് ബാഴ്സലോണയ്ക്ക് ഇത്തവണ 3 സുപ്രധാന കിരീടങ്ങള് സമ്മാനിച്ചിട്ടും വിശ്രമിച്ചിട്ടില്ല. അടുത്ത ഞായറാഴ്ച യുവേഫ നേഷൻസ് ലീഗ് ഫൈനലില് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നയിക്കുന്ന പോർച്ചുഗലിനെ നേരിടുകയാണ്. ചാട്ടുളി കണക്കെ വിങ്ങിലൂടെ പറക്കുന്ന യമാലിനെ പിടിച്ചുകെട്ടാന് പറങ്കിപ്പടയ്ക്ക് കഴിഞ്ഞില്ലെങ്കില് ഈ കിരീടവും 17-കാരന് അലമാരയ്ക്ക് അലങ്കാരമാവും. കാരണം മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ യുവേഫ നേഷൻസ് ലീഗ് സെമിയില് ചുരുട്ടിക്കൂട്ടിയത് അദ്ദേഹമാണ്. യമാല് ഇരട്ട പ്രഹരം നൽകിയതോടെ ഒരു ഘട്ടത്തില് 5-1 വരെന് അന്തം വിട്ടു നിന്ന ഫ്രാൻസ് 11 മിനിറ്റിനിടെ 3 ഗോളടിച്ച് നിവർന്നുനിന്ന് നോക്കിയെങ്കിലും അപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഫ്രാൻസിനെതിരായ കിടിലന് പ്രകടനത്തോടെ യമാല് ഫുട്ബോള് ലോകത്തെ ഏറ്റവും മികച്ച വ്യക്തിഗത പുരസ്കാരമായ ബാലണ് ഡി ഓറിനായുള്ള തന്റെ അവകാശവാദം ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ്. കാരണം പുരസ്കാര മത്സരത്തില് തൊട്ടടുത്ത എതിരാളികളായ ഉസ്മാന് ഡെംബലെയും കിലിയന് എംബാപ്പയും ഫ്രാൻസിനായി ഈ മത്സരത്തില് ഉണ്ടായിരുന്നു. സ്റ്റുട്ട്ഗർട്ടിലെ MHP അരീനയില് ഉസ്മാന് ഡെംബലെ യമാല് പ്രഭാവത്തില് നിറമങ്ങിയപ്പോൾ എംബാപ്പ പെനാൽറ്റിയിലൂടെ ഒരു ഗോള് നേടി. ബാലണ് ഡി ഓറിനായുള്ള 3 മത്സരാർത്ഥികള് ഒരുമിച്ചിറങ്ങിയ മത്സരം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഫൈനലില് പറങ്കിപ്പടയെ തുരത്താന് യമാല് നേതൃത്വം നൽകുമോയെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതിന് കഴിഞ്ഞാല് പുരസ്കാരം സമ്മാനിക്കാന് മറ്റൊരാളെ തെരയേണ്ടി വരില്ല. ബാലണ് ഡി ഓറിനായി നേരത്തെ തന്നെ മുൻനിരയിലുള്ളതിനാല് നേഷൻസ് ലീഗ് സെമിഫൈനലിലെ 2 ഗോളുകള് യമാലിന്റെ അവകാശവാദം ശക്തമാക്കിയെന്ന് അന്താരാഷ്ട്ര ഫുട്ബോള് വിദഗ്ധര് വിലയിരുത്തുന്നു. എതിരാളിയായ ഉസ്മാന് ഡെംബെളയ്ക്ക് ശക്തമായ സന്ദേശം നൽകാന് യമാലിന് കഴിഞ്ഞതായി മാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിനെതിരായ യമാലിന്റെ പ്രകടനം ബാലണ് ഡി ഓര് നേടാന് സഹായിക്കുമെന്ന് ജർമ്മനിയുടെ ലോകകപ്പ് ജേതാവ് ബാസ്റ്റിന് ഷ്വെയിൻസ്റ്റിഗര് അഭിപ്രായപ്പെട്ടു. യമാലിനെ ഡെംബെലയേക്കാള് ഉയർന്ന സ്ഥാനത്ത് നിർത്താന് ഈ രാത്രിയിലെ പ്രകടനം പര്യാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു.